നമ്മളിപ്പോൾ ന്യൂസ് തുറന്നാൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ഇന്ത്യ പാക് വാറിനെ കുറിച്ചും യുദ്ധഭൂമിയിൽ നിന്നുള്ള ന്യൂസസും അതുപോലെ തന്നെ നമ്മളുടെ സൈനിക മേധാവികളുടെ പ്രസ് മീറ്റ്സും ഒക്കെയാണ് നമ്മളിപ്പം കുറേ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൻ്റെ ഒക്കെ ഒടുവിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഷെല്ലിങ്ങും എല്ലാം കഴിഞ്ഞ് അവസാനം യുദ്ധം അവസാനിച്ചിരിക്കുന്നു. സീസ് ഫയർ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെത്തി. അത് US-ന്റെ മധ്യസ്ഥതയിൽ 2 രാജ്യങ്ങളും അത് സമ്മതിച്ചു. അതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ പിന്നെയും ലംഘിച്ചു. അപ്പോൾ പിന്നെയും നമ്മൾ തിരിച്ചടികൾ കൊടുത്തു. അങ്ങനെ ഇന്ത്യ വളരെ വിജയകരമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ക്ലിയർ ചെയ്തു. നമുക്ക് നേരിട്ട ഒരു വലിയ നഷ്ടത്തിന് നമ്മൾ പകരം വീട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ന്യൂസസ് എല്ലാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പല ഭാഗത്തു നിന്ന്, ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് പല ആളുകളും പലതരം അഭിപ്രായങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്നെ ഇവിടെ ആവശ്യമില്ല, എന്തിനാണ് യുദ്ധം നിർത്തിയത്, യുദ്ധം നിർത്തേണ്ട എന്താ ആവശ്യമുണ്ടായിരുന്നു, എല്ലാത്തിനെയും അപ്പം തന്നെ തട്ടിക്കളയണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ ഇമോഷണലായ, വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും, പല അഭിപ്രായങ്ങളും പലയിടത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് കരുതി നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുന്ന ഒരാളുടെ അടുത്ത് എത്രയാണെന്ന് വെച്ച് നമ്മൾ ക്ഷമിക്കും? അതും പറ്റില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ നിരപരാധികളായ 25 ആളുകളെ, നമ്മുടെ ഭാരതീയരെ കൊന്ന ആ ഒരു ടെററിസ്റ്റിനോട്, അല്ലെങ്കിൽ ആ തീവ്രവാദികൾക്ക് നമ്മൾ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. നമ്മളവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ 9 നമ്മുടെ ബോർഡർ തെറ്റിക്കാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളത് തകർത്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ പല ഒബ്ജക്റ്റീവ്സ് അവർ പാകിസ്ഥാൻ ചെയ്ത ഓരോ കാര്യത്തിനും നമ്മൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷേ ഇനി യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തന്നെ റഷ്യയുടെയും ഉക്രൈൻ്റെയും വാർ കണ്ടതാണ്. റഷ്യ എന്ന് പറയുന്നത് ഉക്രൈനേക്കാൾ എത്രയോ മടങ്ങ് ശക്തരായ ഒരു രാജ്യമാണ്. പക്ഷേ എന്നിട്ടും 3 വർഷത്തിനിപ്പുറവും ആ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനേക്കാളും എല്ലാ രീതിയിലും നമ്മൾ മികവ് തെളിയിച്ചവരാണ്, നമ്മുടെ ആർമി വളരെ സ്ട്രോങ് ആണ്. ഇതൊക്കെയാണെങ്കിലും യുദ്ധത്തിൽ 2 കൂട്ടർക്കും നഷ്ടമുണ്ടാകും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അപ്പോൾ നമ്മളും ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. നമ്മളുടെ ജവാന്മാരുടെ ജീവൻ അതൊരു വലിയ അപകടത്തിലാകും. അപ്പം എപ്പോഴും യുദ്ധം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു രീതി തന്നെയാണ് ഭാരതം പിന്തുടരുന്നത്. പക്ഷേ എന്ന് കരുതി നമ്മളെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ നോക്കിയിരിക്കുകയൊന്നുമില്ല. തീർച്ചയായും അവൻ്റെ വീട്ടിൽ ചെന്ന് തന്നെ പൊട്ടിക്കുമെന്നുള്ളത് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. പലരും നമ്മുടെ സൈന്യത്തെ വിമർശിക്കുന്നവരുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ സൈന്യത്തോടൊപ്പം, നമ്മുടെ ഗവൺമെൻറ്റിനോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ് വളരെ നന്നായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മോദിജിയുടെ ഒരു നേതൃത്വത്തിൽ നമ്മൾ വളരെ നല്ല ഒരു തിരിച്ചടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൈന്യത്തെയും നമ്മുടെ ഗവൺമെൻറ്റിനെയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ പൊളിറ്റിക്കൽ സ്റ്റാൻസ്. അപ്പം ഇപ്പോഴത്തെ നേതൃത്വം വളരെ നന്നായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. നല്ലത് ആര് ചെയ്താലും നല്ലതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും കൂടെയാണ് എപ്പോഴും നിൽക്കേണ്ടത്. അനാവശ്യമായ വിമർശനങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്